ഓഫീസിലിരിക്കുന്ന ആദർശിന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വരികയാണ്. ഹലോ ഹലോ സർ, നിങ്ങളുടെ ഒരു പേഷ്യന്റിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്റെ അറിവിൽ ആരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലല്ലോ. സർ, ഈ പേഷ്യന്റിന്റെ പേര് നയനാന്നാ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്താ നയനയോ? എന്തു പറ്റിയതാ? സർ പ്ലീസ്, വിവരിച്ചുകൊണ്ടിരിക്കാൻ നേരല്ല. ഈ പേഷ്യന്റിന്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. സാർ ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ. ഓക്കെ, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താം. ഇതും പറഞ്ഞ് ആദർശ് ആ ഫോൺ കട്ട് ചെയ്തിട്ട് ഒറ്റ ഓട്ടം ഓടാണ് കേട്ടോ. ആദർശിന്റെ വെപ്രാളപ്പെട്ട ഈ ഓട്ടം കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സ് ഒക്കെ ആദർശിനെ അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആദർശ് നേരെ ലിഫ്റ്റിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ലിഫ്റ്റിൽ ആളായതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ഇറങ്ങി ഓടാണ്. എന്നാൽ സ്റ്റാഫൊക്കെ ലിഫ്റ്റ് ഇറങ്ങാതെ സ്റ്റെപ്പ് ഇറങ്ങി ഓടുന്നതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവർ പരസ്പരം തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അല്ല, സാറിതെന്താ മൂട്ടി തീ പിടിച്ച പോലെ ഓടുന്നത്? എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയത്തേക്ക് ഇങ്ങോട്ട് വരില്ല. ഏതായാലും കുറച്ച് സമയം ഫ്രീ ടൈം കിട്ടി. ആദർശ് ഓടിപ്പോയി കാറെടുക്കാണ്. ആദർശിന്റെ മനസ്സിങ്ങനെ വിങ്ങി വിങ്ങി പൊട്ടുന്നുണ്ട് കേട്ടോ. ആദർശ് നന്നായിട്ട് കരയുന്നുണ്ട്. അയ്യോ, എന്റെ നയനയ്ക്ക് ഇത് എന്ത് പറ്റി ഈശ്വര, അവക്കൊരു ആപത്തും വരുത്തരുതേ. അതേസമയം ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സൊക്കെ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. ഇതുവരെ ആരും എത്തിയില്ലല്ലോ. ഇനിയൊന്നും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കാലിന് താഴേക്ക് തളർന്നു പോയേക്കാം. അതും ഇപ്പോഴെന്തെങ്കിലും ചെയ്തെങ്കിലേ ചെയ്യാൻ പറ്റൂ. ആ സിസ്റ്ററെ, അവർ ക്യാഷ് അടച്ചോ? സർ, അവരുടെ ആരും എത്തിയിട്ടില്ല. പരിചയത്തിൽപ്പെട്ട ഒരാളെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരെത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്താന്നാ പറഞ്ഞത്. എത്തിയതുകൊണ്ടായില്ലല്ലോ. ക്യാഷ് അടച്ചാലല്ലേ സർജറി ചെയ്യാൻ പറ്റൂ. സർ, അവർ പേരേട്ട് തറവാട്ടുകാരാ. അതൊന്നും എനിക്കറിയണ്ട. ക്യാഷ് അടച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ ഈ കുട്ടിയെ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആദർശ് ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. ഇനി അടിപൊളി ട്വിസ്റ്റുകളാണ് വരാനിരിക്കുന്നത്. ബാക്കി എപ്പിസോഡിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.